സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം കേസും നൂലാമാലയൊന്നും വരത്തില്ലെന്ന് മനസ്സിലായ നന്ദനാണെങ്കിൽ അല്പം ശാന്തമാകുന്നുണ്ടെങ്കിലും പ്രഭാവതിക്ക് അത്ര ശാന്തിയൊന്നും കിട്ടുന്നില്ല. കാരണം തന്നെ പോലെ നേറുന്ന മറ്റൊരമ്മ ശത്രുവാണെങ്കിൽ പോലും 10 മാസം നൊന്ത് പ്രസവിച്ച മകനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാകും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പ്രഭാവതിക്കാണെങ്കിൽ അതിൻ്റെ ദുഃഖം പേറി നടക്കുവാണ്. ഭഗവാനോട് പോലും തൻ്റെ മകന് യാതൊരു ആപത്തും സംഭവിക്കരുത്, ദൈവത്തിൻ്റെ കോടതിയിൽ തീർച്ചയായിട്ടും മാപ്പ് കൊടുക്കണം, അവൻ അബദ്ധം പറ്റിയതാണെന്നുള്ള കാര്യം മറ്റാരേക്കായും ഭഗവാൻ അറിയാമല്ലോ എന്ന് പറയുന്നെങ്കിലും ഭഗവാന്റെ മുമ്പിൽ കൊളുത്തി വെച്ചിരുന്ന വിളക്കിലെ തിരി കെട്ടുപോകുന്നു. അതൊരു ദുസൂചനയായിട്ട് പ്രഭാവതി മനസ്സിലാക്കുകയും പൊട്ടിക്കരയുന്ന സമയത്താണ് ഭാർഗവിയാണെങ്കിൽ പ്രഭാവതിയെ കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രഭാവതിയോട് കാര്യം തിരക്കുന്നുവെങ്കിലും ഭാർഗവിയോട് ഒന്നും വിട്ടു പറയുന്നില്ല പ്രഭാവതി. മാത്രമല്ല ഋഷിയെക്കുറിച്ചുള്ള സംസാര വിഷയം വരുമ്പം പതറുന്ന പ്രഭാവതി അല്പം ദേഷ്യത്തോടും ഗൗരവത്തോടും സംസാരിക്കുന്നത് കണ്ടിട്ട് ഭാർഗവി കാര്യം തിരക്കുന്നുവെങ്കിലും പ്രഭാവതി വിട്ടു പറയുന്നില്ല. മാത്രമല്ല തലവേദനയാണെന്നും താൻ അല്പനേരം കിടക്കട്ടെ, പിന്നീട് കാണാം, ഭാർഗവി പോയിട്ട് വരാൻ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ഭാർഗവിയാണെങ്കിൽ പോയെന്ന് വിചാരിച്ച് പ്രഭാവതി ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്കും ഭാർഗവി കണ്ട് ഞെട്ടുന്നു. ഇതുവരെ നീ പോയില്ലേ, എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പം ഇന്ന് വരെ നമ്മൾ തമ്മിൽ യാതൊരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല, എന്നോട് മറ്റാരുടെയും പറയാത്ത എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ഋഷിയെക്കുറിച്ചും സിദ്ധാർത്ഥൻ സാറിനെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം അറിയുന്നത് ഭാർഗവിയാണ്. അപ്പോൾ അവരുടെ പോലും തുറന്നു പറയുന്നില്ലെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം നീറുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ ഭാർഗവി പറയുന്ന സമയത്ത് എല്ലാ സത്യങ്ങളും നമ്മുടെ പ്രഭാവതിയാണെങ്കിൽ ഭാർഗവിയോട് തുറന്നു പറയുമായിരിക്കും. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവതി ഇപ്പം കാണിക്കുന്ന അതുപോലെ തന്നെ ഭാർഗവിയും കാണിക്കും. ഭാർഗവി കാണിക്കാൻ തുടങ്ങിയ അല്പം ദേഷ്യവും ഗൗരവവും ഒക്കെ വരും. അത് മുരളിയെയും അതുപോലെ തന്നെ ഗൗരിയെയും സംശയത്തിന് ഇടവരുത്തിക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് നമ്മുടെ നന്ദൻ്റെ മനസ്സൊന്ന് ഓക്കെ ആകുന്ന സമയത്ത് മുരളിയുടെ വീട്ടിലേക്ക് പോകുന്നു. മുരളിയെ കണ്ടും അതുപോലെ ഗൗരിയെ കണ്ടും അല്പനേരം സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആക്കുന്നു. നിന്നെപ്പോലൊരു നല്ലൊരു ഫ്രണ്ടിനെ തെറ്റിദ്ധരിച്ച എനിക്കാണ് തെറ്റുപറ്റിപ്പോയതെന്ന് മുരളി പറഞ്ഞ് സോറി പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് നന്ദനും സമാധാനിപ്പിക്കുന്നുണ്ട് മുരളിയെ. അങ്ങനെ സംസാരിച്ച് അവരൊന്ന് ഫ്രഷ് ആകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ദേവികയാണെങ്കിൽ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ അച്ഛനാണെങ്കിൽ പല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ദേവിക നന്നായിട്ട് തന്നെയാണ് MLA ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിലും ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ആ സമയത്ത് രാധാകൃഷ്ണൻ മിനിസ്റ്റർ ദേവിയെ വിളിക്കുന്നു. എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നതെന്നറിയാതെ ദേവിയാണെങ്കിൽ കോൾ എടുക്കുമ്പോൾ നാളെ അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കൊന്ന് വരണം, കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് ദേവിയാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നു. ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പം രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ്, എന്നെ നാളെ ഓഫീസിലേക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം എന്തോ ഒരു ശുപാർശ പറയാനാണ്, മിക്കവാറും മോള് ക്യാൻസൽ ചെയ്ത ആ പ്രോജക്റ്റ് ഉണ്ടല്ലോ അതിനെപ്പറ്റി സംസാരിക്കാനാകും എന്ന് പറയുമ്പോൾ ദേവി പറയുന്നു എന്താണെന്ന് നോക്കട്ടെ, ഉചിതമായിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കാണാൻ പോകുന്നു. അവിടെ ത്യാഗരാജനും ഉണ്ടായിരുന്നു. MLA ഇപ്പം വിളിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയുന്നു ഇല്ല സാർ, എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് KK നായർ. അപ്പോൾ അയാളുടെ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യാൻ നമ്മളെയും കൊണ്ടാകില്ല. KK നായർ എന്നെ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവലാക്കി കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് ത്യാഗരാജൻ പറയുന്നു അതിനു വേണ്ടിയിട്ട് എന്ത് നീക്കുപോക്കിനും അയാൾ തയ്യാറാണ്. അന്നേരം ദേവിക ശക്തമായിട്ട് പറയുന്നുണ്ട് രാമപുരം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചത് അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. ഞാൻ MLA ആയിട്ടിരിക്കുന്ന സമയത്തോളം ഈ ഒരു പ്രൊജക്റ്റിന് ഞാൻ അപ്രൂവൽ കൊടുക്കില്ല. കാരണം അത് ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന പ്രൊജക്റ്റാണ്. അതൊക്കെ എനിക്കറിയാം ദേവിക. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവർ ചില കാര്യങ്ങൾ പറയുമ്പം എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ചെയ്യണം. ദേവിക പരിചയസമ്പത്ത് കുറവുള്ള ഒരു MLA ആണെന്ന് പറഞ്ഞ് അവൾ വഴി കാര്യങ്ങൾ നടപ്പാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം വിളിച്ച് ദേവികയോട് നേരിട്ട് പറയുന്നത്. സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുമല്ലോ. ദേവികയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ മറുപടി കേട്ടപ്പോഴാണ് രാധാകൃഷ്ണ മിനിസ്റ്ററിന് ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ വെറും ഒരു തെറ്റിദ്ധാരണയായി പോയി. ദേവികയ്ക്ക് പരിചയസമ്പത്ത് കുറവായതുകൊണ്ട് നമ്മൾ പറയുന്ന എന്തും അനുസരിക്കുമെന്ന്. പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞ ദേവിയാണെങ്കിൽ അങ്ങ് പോകുമ്പോഴത്തേക്കും ത്യാഗരാജൻ എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട്.
നമ്മുടെ പാർട്ടി അവസരം കൊടുത്തതുകൊണ്ട് മാത്രമല്ലേ ദേവിക ഒരു MLA ആയി മാറിയത്. അതിൻ്റെ എന്തെങ്കിലും ഒരു നന്ദിയുണ്ടോ? ഇപ്പം തന്നെ സാറിനോട് ധിക്കരിച്ച് പറഞ്ഞിറങ്ങിപ്പോയത് കണ്ടോ? ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണ മിനിസ്റ്റർ പറയുന്നുണ്ട്, തൽക്കാലം ഒന്നും വേണ്ട. സമയമാകുമ്പോൾ ദേവിയും കൊണ്ട് തന്നെ ഞാൻ ഈ പ്രൊജക്റ്റിൽ ഒപ്പുവെപ്പിക്കും. ഇത് ഞാൻ പറയുന്ന വാക്കായി. നടന്ന കാര്യങ്ങളൊക്കെ ത്യാഗരാജനാണെങ്കിൽ KK നായരെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം KK നായർക്ക് ഒരു സമാധാനമാകുന്നു, രാധാകൃഷ്ണ മിനിസ്റ്റർ ഇത് സീരിയസ് ആയിട്ട് എടുത്തു എന്നും ദേവികയും കൊണ്ട് ഒപ്പുവെപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. DYSP കൂടി ഋഷിയുമായി ബന്ധപ്പെട്ട കേസ് തഴഞ്ഞതോടെ ഇനി എന്ത് വേണമെന്ന് ആലോചിക്കുന്ന അരുന്ധതിക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. DYSPയോട് പോലും ഋഷിയുമായി ബന്ധപ്പെട്ട കേസ് നന്നായിട്ട് അന്വേഷിക്കണം, എത്രയും പെട്ടെന്ന് തനിക്ക് റിപ്പോർട്ട് തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു ദേവിക. MLA നേരിട്ട് വിളിച്ച് പ്രഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഓർത്തിട്ട് MLA തന്നെ നേരിട്ട് കണ്ട് ഈ ഒരു പരാതി അറിയിക്കാമെന്ന് കരുതുന്നു. ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും MLAക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പറഞ്ഞ് അപമാനിക്കില്ല. അങ്ങനെ CPയോട് പറയുന്ന സമയത്ത്, മേഡം എന്താ ഈ പറയുന്നത്? ദേവിയെ കാണാൻ അങ്ങോട്ട് പോകാമെന്നോ? ദേവിയെ കാണാനല്ല, സ്ഥലം MLA കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, എൻ്റെ മകന് വേണ്ടി. ദേവികയുടെ മുമ്പിൽ അരുന്ധതി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിക ഋഷിയെ കണ്ടുപിടിക്കാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കും. പോലീസ് സേനയ്ക്കായാലും അത് നമ്മുടെ നന്ദന് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്.